ഇന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കാണിച്ച ഈ ഒരു കേക്കിൻ്റെ പടം വരെയാണ് കേട്ടോ കാണിക്കുന്നത്. കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ തൊട്ട് ഈ പടം ഞാൻ എങ്ങനെയാണ് വരച്ചതെന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഇതിന് വന്നിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് മിൽക്കി നട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റിന് സ്പഞ്ച് ചെയ്തിട്ടുണ്ട്. 1 kg ആണ് കേട്ടോ വെയിറ്റ്. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറഞ്ഞാൽ മിൽക്ക് സിറപ്പാണ് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് ആണ് നല്ല തിക്കായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാശാണ്. അതുപോലെ തന്നെ കുറച്ചധികം നട്ട്സ് ബദാമാണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്രം കോട്ട് ചെയ്ത് ഇതൊന്ന് കൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്ത കേക്കിലേക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തരം വരാൻ പോകുന്നത്. ഇവൻ ഉപയോഗിച്ചാണ് ഞാനിത് പടം വരച്ചിട്ടുള്ളത്. കണ്ടല്ലൊരു കുട്ടി കളിപ്പാട്ടം ക്യാമറ ആയിട്ട് തോന്നും. കീ ചെയിനായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവത്തിൻ്റെ യൂസ് ഒന്നും അറിയാതെയാണ് വാങ്ങിച്ചത്. മൂക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കുഞ്ഞു പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു യൂട്യൂബിലാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരാളിങ്ങനെ കേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു സാധനം. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കയ്യിലിരിക്കുന്ന മിനി പ്രൊജക്ടറാണെന്ന്. അങ്ങനെ പിന്നെ ഇത് കാത്തിരിക്കാറുണ്ട്. ഒരു കസ്റ്റമൈസേഷൻ ഇല്ലാത്തൊരു കേക്കിലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഒരു കസ്റ്റമൈസേഷൻ ഇല്ലാത്തൊരു കേക്ക് കിട്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഇത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കുഞ്ഞു ക്യാമറ ഞാൻ എൻ്റെ സ്റ്റാൻഡിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡിനകത്ത് ടേപ്പ് ഇട്ട് കെട്ടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് പ്രൊജക്ടർ ചെയ്ത് നമ്മൾ പടം വരച്ചെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗണാഷിലാണ് കേട്ടോ പൈപ്പിംഗ് ബാഗിൽ കൊടുത്തിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. വരയ്ക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ വരും, എന്തായി വരും, ഇടയ്ക്ക് വെച്ചിട്ട് ഇത് നിന്ന് പോകുന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തവണയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കേക്കിനകത്ത് വെച്ചിട്ട് ഇത് വരച്ചെടുത്തിട്ടുള്ളത്. വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉടുപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ക്രീമിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൽ സ്പൂൺ വെച്ചിട്ട് താഴ്ഭാഗത്ത് കൊടുത്ത് ഇതുപോലെ ബ്രഷ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്രീമിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്ത് സ്കൈ വരച്ച് കൊടുക്കണം കേട്ടോ. അതും ഇതുപോലെ സ്പൂണിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ബ്രഷിൽ കുറച്ച് വൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് അത് വെച്ചിട്ട് ഒരു സ്കൈഡ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോണ്ടന്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുഞ്ഞിൻ്റെ പേരും കൂടെ കേക്കിൻ്റെ താഴെ ഭാഗത്ത് ബോർഡിലാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കേക്കിൽ തന്നെ നേരിട്ട് എഴുതി കൊടുക്കാൻ ഒരു പേടി, അഥവാ തെറ്റി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ വായിച്ച് കുളമാക്കും. അതുകൊണ്ടാണ് കേട്ടോ അതിൽ ബോഡി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.